ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥയെ CPM കൗൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ ആക്രമിച്ചെന്ന പരാതിയുടെ മുനയൊടിച്ച് CCTV ദൃശ്യങ്ങൾ. വഴിമാറാൻ ആവശ്യപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസറെ കൗൺസിലർ വലതു കൈമുട്ടു മടക്കി നെറ്റിയിൽ ശക്തമായി ഇടിച്ചെന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയെ ദേഹോപദ്രവം ചെയ്തെന്നുമായിരുന്നു കേസ്. ഫോർട്ട് പോലീസാണ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇത് കെട്ടിച്ചമച്ച പരാതിയാണെന്ന കൗൺസിലറുടെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യമാണ് ഇന്നലെ പുറത്തുവന്നത്. പടിഞ്ഞാറേ നടയുടെ കവാടത്തിൽ SIയും 2 വനിതാ പോലീസുകാരും അടക്കം 4 പേരാണ് ഡ്യൂട്ടിയിൽ നിൽക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ സമയം തിരക്കുണ്ടായിരുന്നില്ല. കവാടം വഴി ഭക്തർ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. പ്രായമായി നടക്കാൻ പ്രയാസപ്പെടുന്ന 2 സ്ത്രീകളെ കൈപിടിച്ച് കൗൺസിലർ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ SI കുറുകെ കയറി തടസ്സം നിൽക്കുന്നതും കൈവീശി ഇവരോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുന്നതുമാണ് ദൃശ്യത്തിൽ കാണുന്നത്. പിന്നീട് കൗൺസിലറും പ്രായമായ 2 സ്ത്രീകളും നോക്കി നിൽക്കെ മറ്റൊരു പ്രായമായ സ്ത്രീയെയും അവർക്കൊപ്പം എത്തിയ 2 യുവതികളെയും SI കടത്തിവിട്ടു. ഇതോടെ അവർക്ക് പിന്നാലെ കൗൺസിലർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ SI തടയുകയും ബലപ്രയോഗം നടത്തുകയും ചെയ്തു. SI കൗൺസിലറെ തള്ളി മാറ്റുമ്പോഴാണ് സമീപത്ത് നിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നെറ്റിയിൽ കൈകൊള്ളുന്നത്. പോലീസ് ഉദ്യോഗസ്ഥയെ പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ഭീഷണിപ്പെടുത്തൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തത്. ഫോർട്ട് പോലീസിന്റെ നടപടിയിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യക്തിവൈരാഗ്യമുള്ള ഉദ്യോഗസ്ഥരാണ് കള്ളക്കേസിന് പിന്നിലെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും ആർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതേസമയം ബോധപൂർവം അടിച്ചതാണോ എന്ന് അറിയില്ലെന്നാണ് പരാതിക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത്. തലയ്ക്ക് അടി കിട്ടിയതിനാൽ CT സ്കാൻ ചെയ്തു. അതിന്റെ റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. തലയ്ക്ക് മുറിവ് പറ്റുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാരി പറയുന്നു.